ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ധിഷണയുള്ളവന് ദൃഷ്ടാന്തമുണ്ട്, ബുദ്ധിയുള്ളവന്, വിവേകമുള്ളവന് ദൃഷ്ടാന്തമുണ്ട്. ഒരു രൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കാൻ ഭൂരിഭാഗം വൈദികരും മടിച്ചു, എതിർത്തു, വിസമ്മതിച്ചു. ആ രൂപതയിലെ കൈക്കാരന്മാരെ മെത്രാനച്ചൻ വിളിച്ചുകൂട്ടി അവർക്ക് ക്ലാസ് കൊടുത്തു. അവരോട് വ്യക്തമായി പറഞ്ഞു, ഇതാണ് നമ്മുടെ കുർബാന. നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ വരുമ്പോൾ സഭയുടെ കുർബാന, ഏകീകൃത കുർബാന, നമ്മൾ സിനഡ് കുർബാന എന്ന് പറയുന്ന സാധുവും നിയമാനുസൃതമായ കുർബാന മാത്രമേ ചൊല്ലിക്കാവൂ, അത് ചൊല്ലാനേ അനുവദിക്കാവൂ. അങ്ങനെ മെത്രാനച്ചൻ കൈക്കാരന്മാർക്കെല്ലാം നല്ല ക്ലാസ്, സ്റ്റഡി ക്ലാസ് കൊടുത്ത് വിട്ടു. ഒരു പള്ളിയിലേക്ക് ഒരച്ഛൻ മാറി വന്നു. അതിനു മുമ്പ് മാറിപ്പോയ അച്ഛൻ ഏകീകൃത കുർബാന വളരെ മനോഹരമായി, യാതൊരു കൂട്ടിച്ചേർക്കലുകളുമില്ലാതെ, അനാവശ്യ സമയത്തെ പാട്ടുകളോ ലിറ്റർജികൾ അനുവദിക്കാത്ത പാട്ടുകളോ ഇല്ലാതെ വളരെ മനോഹരമായി ചൊല്ലിയിരുന്നു. പുതിയ അച്ഛൻ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരിപ്പിച്ചു താൻ ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന്. തൂങ്ങിച്ചാകേണ്ടി വന്നാലും അവിടെ ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. അങ്ങനെ ആ അച്ഛൻ മാറി വന്നു. സാധാരണ നമ്മുടെ പള്ളിയിൽ പതിവ് പോലെ കൈക്കാരന്മാരും കുറച്ച് ആളുകളും ചേർന്ന് സ്വീകരിച്ചു. പള്ളിക്കകത്തേക്ക് കയറി സക്രാരുടെ മുമ്പിൽ, ആൾക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കൈക്കാരന്മാരിൽ ഒരാൾ ബൊക്കെ കൊടുത്ത് അച്ഛനെ സ്വീകരിച്ചു. സ്വീകരിച്ചു കഴിഞ്ഞിട്ട് സ്വാഗതം പറയുന്ന നേരത്ത് ഈ കൈക്കാരൻ പറഞ്ഞു, അച്ഛനെ ഇവിടെ വികാരിയായി നിയമിച്ച അതേ മെത്രാനാണ് എന്നെ ഇവിടെ കൈക്കാരനായി നിയമിച്ചത്. അച്ഛനെ ഇവിടെ വികാരിയായി നിയമിച്ച അതേ മെത്രാനാണ് എന്നെ കൈക്കാരനായി നിയമിച്ചത്. അതുകൊണ്ട് ഈ പള്ളിയിൽ അച്ഛൻ ഏകീകൃത കുർബാന ചൊല്ലണം. മെത്രാനച്ചൻ എന്നെ കൈക്കാരനായി നിയമിച്ചത് കൊണ്ടാണ് ഞാൻ ബൊക്കെ നൽകിയത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലാണ് ബൊക്കെ നൽകി അച്ഛനെ സ്വീകരിക്കുമായിരുന്നേ. അപ്പോൾ എന്നെ നിയമിച്ചത് മെത്രാനാണ്, അതുകൊണ്ടാണ് ഞാൻ അച്ഛന് ബൊക്കെ നൽകിയത്. അപ്പോൾ എന്നെ നിയമിച്ച അതേ മെത്രാനാണ് അച്ഛനെ നിയമിച്ചതെങ്കിൽ ആ മെത്രാനച്ചൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാവൂ എന്നാണ്, ചൊല്ലിക്കാവൂ എന്നാണ്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ചൊല്ലണം. അങ്ങനെ അതല്ല, അച്ഛന് മറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മെത്രാൻ്റെ അടുത്ത് പോകാം. അച്ഛൻ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ അച്ഛൻ്റെ കൂടെ വരാം. മെത്രാനത്ത് ഞങ്ങൾ മറിച്ച് പറയാണ്, അച്ഛന് തോന്നിയാസം പോലെ ചെയ്യാൻ അനുവാദം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ്റെ യുക്തം പോലെ ചെയ്തോ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ അത് ഞങ്ങളോട് മെത്രാനച്ച് നേരിട്ട് പറയണം അച്ഛൻ്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ അച്ഛൻ മനസ്സോടെ ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങി. പക്ഷേ പലപ്പോഴും തോന്നിയാസങ്ങളായിരുന്നു. പലപ്പോഴും തിരുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞില്ല. ചിലപ്പോൾ കാപ്പ മാത്രം ഇട്ടു, ലോഹയുടെ മേലെ കാപ്പ മാത്രം, ചിലപ്പോൾ ഊറാറ മാത്രം, ചിലപ്പോൾ കൊത്തീനയില്ല, ചിലപ്പോൾ കൊത്തീന മാത്രം. അങ്ങനെ ഓരോ ദിവസവും തോന്നിയാസം പോലെ. ഈ മെത്രാനോടുള്ള വിരോധവും മെത്രാൻ സിനഡിനുള്ള വിരോധവും ഈ അച്ഛൻ കർത്താവിനോടും കർത്താവിൻ്റെ കുർബാനയോടും ജനങ്ങളോടും തീർത്തുകൊണ്ടിരുന്നു. മനുഷ്യർ സഹികെട്ടു. കാരണം ഓരോ ദിവസവും ഓരോ തോന്നിയാസ കുർബാന. ചില പാട്ടുകളില്ല, ചില പ്രാർത്ഥനകളില്ല, ചിലതെല്ലാം വലിച്ചു നീട്ടി, ചിലപ്പം ഇങ്ങനെ പാട്ടുകളാണെങ്കിലും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അങ്ങനെ ഒരു വല്ലാത്ത ഈ തിരുക്കർമ്മത്തോടുള്ള യാതൊരു ബഹുമാനവും ഇല്ലാതെ ചെയ്യുന്ന ജനങ്ങൾ സഹികെട്ടു. അങ്ങനെ ഒരു ദിവസം കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ സങ്കീർത്തിലേക്ക് പോയപ്പോൾ ആളുകൾ കുറേ പേര് അങ്ങ് അകത്തേക്ക് ചെന്നു, സങ്കീർത്തിലേക്ക് ചെന്നു. അച്ഛനോട് ചോദിച്ചു, ഈ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തിരുവസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് ഏതെല്ലാം തിരുക്കർമ്മങ്ങൾ അച്ഛന്മാർ ചെയ്യേണ്ടത് കാണിച്ചു തരാൻ പറഞ്ഞു. ഇത്ര ആളുകളെല്ലാം വട്ടം കൂടി നിന്ന് കഴിഞ്ഞപ്പം അച്ഛന് നിവൃത്തിയില്ല. അങ്ങനെ അച്ഛൻ എല്ലാ തിരുവസ്ത്രങ്ങളും ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇനി കുർബാന ചൊല്ലുമ്പോൾ ആവശ്യത്തിന് വേണ്ട തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ചൊല്ലിയാൽ മതി. ആവശ്യത്തിന് ഇല്ലേ, നമ്മുടെ തിരുവസ്ത്രങ്ങൾ, നമ്മുടെ സഭയുടെ ഇതനുസരിച്ചുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അച്ഛൻ ചൊല്ലിയാൽ മതി. ഞങ്ങളിൽ ആരെങ്കിലും ഒരു അല്പം മോശം വസ്ത്രം ധരിച്ചു വന്നാൽ അച്ഛൻ ഞങ്ങളെ വിമർശിക്കാറില്ലേ? ഇല്ലേ? മോഡറേറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വേണം, മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വേണം എന്ന് പറയാറില്ലേ? അത് അച്ഛൻ്റെ കാര്യത്തിൽ വാസ്തവമാണ്. അച്ഛൻ തിരുക്കർമ്മങ്ങൾക്ക് വരുമ്പോൾ അതിന് ചേർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വേണം വരാനായിട്ട്. തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. അവിടെയും അച്ഛൻ നിവൃത്തിയില്ലാണ്ട് വന്നു. ഒരു ദിവസം ഈ
കർത്താവിനോട് ദേഷ്യം, സഭയോട് ദേഷ്യം, മെത്രാൻ സിനഡിനോട് ദേഷ്യം, മെത്രാനോട് ദേഷ്യം, ജനങ്ങളോട് ദേഷ്യം, എല്ലാം കൂടി അച്ഛൻ ആ കലി മുഴുവൻ തീർത്ത ഒരു പ്രസംഗത്തിലാണ്. പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, ദൈവത്തിന് പണം ആവശ്യമില്ല, പള്ളിക്കും പണം ആവശ്യമില്ല, അതിനാരും പള്ളിക്ക് പണം കൊടുക്കേണ്ടതില്ല. ദൈവത്തിന് പണം വേണ്ട, പള്ളിക്ക് പണം വേണ്ട, നിങ്ങളാരും പണം കൊടുക്കേണ്ടതില്ല. കുറച്ച് പേർക്കല്ലേ വലിയ ഇഷ്ടമായി അച്ഛൻ്റെ പ്രസംഗം. പണം കൊടുക്കണ്ട, പിരിവ് കൊടുക്കണ്ട. അപ്പോൾ വളരെ ഗംഭീരം, നല്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പോയി. ആ മാസത്തിൻ്റെ അവസാനമായപ്പോൾ കൈക്കാരൻ വികാരിച്ചിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ ഞാൻ കറണ്ട് ബില്ല് അടച്ചു, ഫോൺ ബില്ല് അടച്ചു, പിന്നെ കടയിലെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, നമ്മൾ പഴവും മറ്റു സംഗതികളൊക്കെ വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ പണം കൊടുത്തു, കപ്പിയാർക്ക് ശമ്പളം കൊടുത്തു. അച്ഛന് തരാനുള്ള അലവൻസ്, മന്ത്ലി അലവൻസ് തരാൻ പൈസയില്ല. അച്ഛന് ശമ്പളം തരാൻ നിർവാഹമില്ല. പണം വേണ്ടതാണല്ലോ അച്ഛൻ പറഞ്ഞത്, അതുകൊണ്ട് ആളുകൾ പണം തന്നിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞു, അതൊക്കെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കപ്പിയാർക്ക് ജീവിക്കണ്ടേ, കുടുംബമുള്ളതാണ്, കടക്കാരന് ജീവിക്കണ്ടേ, ഫോൺ ബില്ലും കറണ്ട് ബില്ലും അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന് തരാൻ പൈസയില്ല, അതുകൊണ്ട് നിവൃത്തിയില്ല. പിന്നെ അച്ഛൻ പണം വേണ്ടെന്ന് പറഞ്ഞല്ലോ, പള്ളിക്ക് പണം വേണ്ട, ദൈവത്തിന് പണം വേണ്ട. അച്ഛനാകെ വള്ളിക്കെട്ടിലായി. പിന്നത്തെ മാസം പകുതിയായപ്പോൾ കൈക്കാരൻ കഴിഞ്ഞ മാസത്തെ തലേ മാസത്തെ ശമ്പളത്തിൻ്റെ പകുതി വികാരിച്ചിന് കൊടുത്തു, പകുതി. അപ്പോൾ വികാരിച്ചിന് കാര്യം മനസ്സിലായി, ദൈവത്തിനും പണം വേണം, പള്ളിക്കും പണം വേണം, വികാരിക്കും പണം വേണം, കപ്പ്യാർക്കും പണം വേണം, എല്ലാവർക്കും പണം വേണം. പണമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന് എന്താണ് പണം എന്ന് വേണം ചോദിക്കാം. ദൈവത്തിനും പണം വേണ്ടേ? ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അപ്പത്തിലേക്ക് അവന് വരണ്ടേ, വീഞ്ഞിലേക്ക് അവന് വരണ്ടേ, പരിശുദ്ധനെ അവനെ അയക്കണ്ടേ, അവൻ്റെ വചനത്തിന് ജീവൻ വെക്കണ്ടേ, ആ അപ്പമുണ്ടാക്കാൻ പൈസ വേണ്ടേ, ആ വീഞ്ഞുണ്ടാക്കാൻ പൈസ വേണ്ടേ? അപ്പോൾ ദൈവത്തിന് കുർബാനയാകണമെങ്കിലും പൈസ വേണം, ദൈവത്തിന് പണം വേണം. കുർബാനയാകണമെങ്കിൽ, ഈ അപ്പം അവൻ്റെ ശരീരമായി മാറണമെങ്കിൽ പണം വേണം, ഈ അപ്പം ഉണ്ടാക്കണ്ടേ? ഈ വീഞ്ഞ് അവൻ്റെ രക്തമായി മാറണമെങ്കിൽ പണം വേണം, ഈ വീഞ്ഞുണ്ടാക്കണ്ടേ? അപ്പോ ദൈവത്തിനും പണം വേണം. ദൈവത്തിന് പണം വേണ്ടെന്ന് ആരാ പറയണേ? അങ്ങനെ പറഞ്ഞ് ശരിയാകില്ല. ഇതോടുകൂടെ അച്ഛനൊരു കാര്യം മനസ്സിലായി. പിന്നെ ദൈവജനവുമായിട്ട് പോരടിക്കാനായിട്ട് അച്ഛൻ നിന്നില്ല. സാവകാശം അച്ഛൻ കുർബാനയെല്ലാം മര്യാദയ്ക്ക് ചൊല്ലാൻ തുടങ്ങി. ഇത് കേൾക്കുന്നവരിൽ വിവേകമുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ധിഷണയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ഓരോ ഇടവകയിലും ചെയ്യേണ്ടത് എന്നതിനുള്ള മാതൃകയുണ്ട്. അതാണ് ദൃഷ്ടാന്തം എന്ന് ഞാൻ പറഞ്ഞത്. വികാരിയച്ഛന്മാർക്കും ദൃഷ്ടാന്തമുണ്ട്. കർത്താവിനോടും കർത്താവിൻ്റെ കുർബാനയോടും സഭയോടൊന്നും വൈരാഗ്യം തീർക്കുന്നത് ശരിയല്ല. തിരുക്കർമ്മങ്ങളോട് ബഹുമാനമില്ലാതെ ആദരവില്ലാതെ പെരുമാറുന്നത് ശരിയല്ല. ഇനി ആ മെത്രാനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ദൈവജനത്തിലൂടെ, കൈക്കാരന്മാരെന്ന ദൈവജനത്തിലൂടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ മെത്രാൻച്ചൻ കണ്ട വഴിയാണ്. അച്ഛന്മാരിൽ പലരും അനുസരിക്കുന്നില്ല. പോലീസും പട്ടാളൊന്നും മെത്രാൻ്റെ കയ്യിലില്ലല്ലോ അനുസരിപ്പിക്കാൻ. അപ്പം മെത്രാൻച്ചൻ കണ്ട വഴി എന്നാണ്? ദൈവജനത്തെ പ്രബുദ്ധരാക്കുക. അതിന് ഏറ്റവും പറ്റിയ ഒരു മാർഗമായിരുന്നു കൈക്കാരന്മാരെ പ്രബുദ്ധരാക്കുക. കൈക്കാരന്മാർ മെത്രാൻ്റെ ഒപ്പം ഉറച്ചു നിന്നു. അതോടെ ഈ മെത്രാൻ ഉറച്ചു നിന്നപ്പോൾ കൈക്കാരന്മാർ ഉറച്ചു നിന്നു. വികാരിച്ചമാരെല്ലാവരും വഴിക്ക് വന്നു. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിൻ്റെ ചാർജുള്ള മെത്രാന്മാർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി, ഉറച്ചു നിന്ന് നോക്കൂ. ജനം കൂടെയുണ്ട്. ഇപ്പം ജനം വരാത്തതിൻ്റെ കാരണം മെത്രാന്മാർ അതിന് നേതൃത്വം എടുക്കാത്തത് കൊണ്ടാണ്. അതിൻ്റെ ബന്ധപ്പെട്ട ഒരു നേതൃത്വം എടുത്തു നോക്കുക. എന്നിട്ട് കൈക്കാരന്മാരെയോ ബന്ധപ്പെട്ട ഭാരവാഹികളൊക്കെ വിളിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ കുർബാന, ഈ കുർബാന നിങ്ങളുടെ പള്ളിയിൽ ചൊല്ലിയാൽ മതി എന്ന് വികാരിച്ചിട്ട് പറയണം എന്നൊന്ന് പറഞ്ഞ് ഈ മെത്രാനിസം ചെയ്ത പോലെ ചെയ്തു നോക്കൂ. ഇപ്പം ഞാൻ ഈ പറഞ്ഞു ഇത് ശരിക്കും ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ആ പള്ളി ഏതാണെന്ന് എനിക്കറിയാം, അപ്പം നിങ്ങൾക്കറിയാം മെത്രാൻ ഏതാണെന്ന് അറിയാം. അപ്പോൾ ഈ മെത്രാൻ ഇതൊക്കെ സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു മെത്രാൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചെയ്തു നോക്കിയേ. ഒരു മെത്രാനച്ചനാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 95% ആളുകളും കൂടെ നിൽക്കും സഭയുടെ കൂടെ. ഇപ്പം ഇല്ലാത്തതിൻ്റെ കാരണം നേതൃത്വം കൊടുക്കാനായിട്ട് നേതൃത്വത്തിലുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ്. ധിഷണയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചുരുക്കത്തിൽ ഇപ്പം മംഗളവാർത്ത കാലം അല്ലേ, നമ്മൾ സാധാരണ മംഗളവാർത്ത കാലത്തിലാണ് ഈ ഏകീകൃത കുർബാന നടപ്പാക്കി തുടങ്ങിയതൊക്കെ 2021. ഇപ്പോൾ എത്രയോ 2025 മംഗളവാർത്ത കാലമായി. നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഇത് നടപ്പാക്കണമെങ്കിൽ എത്രയോ നല്ലൊരു മാതൃകയാണ് ഈ മെത്രാനിച്ച് നമുക്ക് കാണിച്ചു തന്നത്. എത്രയോ നല്ല മാതൃക ആ കൈക്കാരൻ ചെയ്തത്. പിന്നെ ആ അച്ഛനെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
നിവൃത്തികേട് കൊണ്ടാണെങ്കിലും അച്ഛന് കാര്യം മനസ്സിലായി. സഭയോടൊത്ത് ചേർന്ന് പോകണമെന്ന് തിരിയാനുള്ളൊരു മനസ്സ് കാണിച്ചു. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ദൃഷ്ടാന്തമാണ്. ഇത് ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മാതൃകകൾ സ്വീകരിച്ച് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അതിൻ്റെ ഡെക്കറെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.